അതുല്യ പ്രതിഭ ശ്രീനിവാസന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാകട്ടെ ഈ വീഡിയോ. ഇടത് പ്രവർത്തകനായ സഖാവ് പ്രഭാകരൻ കോട്ടപ്പള്ളി പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പാടില്ലെന്ന് പണ്ടിറങ്ങിയ രാഷ്ട്രീയ സിനിമയായ സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീനിവാസനും ശങ്കരടിയും തമ്മിലുള്ള താത്വിക വിശകലനം എത്ര ദീർഘവീക്ഷണത്തിലുള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലാകും. അങ്ങനെ പോളണ്ടും ഇടതിന്റെ സുഹൃത്ത് പട്ടികയിൽ നിന്നും പോയി കിട്ടി. ഇന്നത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി ഇഷ്ടം പോലെ പോളണ്ടിനെ കുറിച്ച് നമുക്ക് പറയാം. 4 പതിറ്റാണ്ട് കാലം കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ പോളണ്ടിനെ അടക്കി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുതിയ ഭരണകൂടം നിരോധിച്ചിരിക്കുന്നു. ജനാധിപത്യ സർക്കാർ നിലവിൽ വന്ന സാഹചര്യത്തിൽ 2002 സ്ഥാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് KPP പാർട്ടിയാണ് ഇങ്ങനെ നിരോധിച്ചത്. 1944 മുതൽ 1989 വരെ പോളണ്ടിനെ കൈപ്പിടിയിലൊതുക്കിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ലെക് വലേസയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സോൾഡാറ്റി എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് തൂത്തെറിയുകയായിരുന്നു. 1997 നിലവിൽ വന്ന രാജ്യത്തിന്റെ ഭരണഘടനയുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനം വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി എന്ന രജിസ്ട്രേഷനും റദ്ദാക്കി. പോളണ്ടിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രിബ്യൂണലാണ് ഈ മാസം ആദ്യം നിരോധനം ഏർപ്പെടുത്തിയത്. ഈ നീക്കത്തിന് പിന്നിൽ മാർപ്പാപ്പയുടെ സ്വാധീനമുണ്ടെന്നും സൂചനയുണ്ട്. ഏകാധിപത്യ തത്വശാസ്ത്രങ്ങളും നയങ്ങളും പിന്തുടരുന്ന പ്രസ്ഥാനങ്ങളെ നിരോധിക്കാമെന്ന് പോളിഷ് ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിമിനലുകളെ പൊതുവൽക്കരിക്കുകയും അനേകായിരങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പോളണ്ടിന്റെ നിയമവ്യവസ്ഥയിൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്ന ട്രിബ്യൂണൽ ജഡ്ജി ക്രിസ്ത്യാന പാട്രോവിച്ച് വ്യക്തമാക്കിയതോടെയാണ് ഈ നിരോധനത്തിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ മാസം പോളണ്ട് പ്രസിഡന്റ് കാരൽ നവ്റോക്കിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഇതോടെ ട്രിബ്യൂണൽ അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതോടെ ഇനി ആർക്കും പോളിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും